ഹോസ്പിറ്റലത്തെ വ്ളോഗാണ്. എന്തായാലും ലീവാണ്. ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ പോകണം. 3 മണിയാകുമ്പോൾ അമ്മ വിളിച്ചിട്ട് അടയ്ക്കുക ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. വയ്യ, ഭയങ്കര പെയിനാണ്. ഇതാണ് നമ്മുടെ ഏരിയ. നമ്മുടെ ചെക്കൻ. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കത്തില്ല. രാവിലെ മുതൽ ഫുഡ് കഴിക്കണം. ഞാൻ ഫുഡ് കഴിക്കാൻ നമ്മുടെ ദാനിച്ചോടെ ഫുഡ് കഴിക്കാൻ വരും. ഇതാരാന്ന് വെച്ചാൽ എൻ്റെ കുടുംബക്കാരൻ, എൻ്റെ ഒപ്പം ഇവിടെ വന്നത് ചെന്നൈ. ഞാൻ മൂഞ്ചാണ്ട് നല്ല നേരം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ ബോസിൻ്റെ തന്നെയാണ്. നമുക്കിവിടെ ഫുഡ് ഫ്രീ അല്ലല്ലേ, ഒരു ലിമിറ്റ് ഉണ്ട്. ആ പൈസേൻ്റെ ഉള്ളിൽ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോവാണ്. കഴിച്ച് കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ, വേണ്ടതാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്ലിനിക്ക് ഇതാ. ഓക്കെ, അമ്മ വെയിറ്റ് ചെയ്യണം. ആൾ വന്ന് നമുക്ക് നേരെ പോവാം. നേരക്ക് സ്കാൻസിനും ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് പണി തരൊന്നും ഇല്ല. അങ്ങനെ വിട്ടിട്ട് ചെക്കത്തിന് പറയുന്ന ആളുകൾ അവിടെ ഡിസ്പ്ലേ പോലെ എൻ്റെ അടുത്ത് നിന്നത് മറ്റേ ഡാഷ് യൂസ് ചെയ്തിട്ട് എടുത്ത് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ. പണിയെടുക്കുന്ന ഒരാളുകൾ എന്താണ് വിട്ടോ 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 വെയ്യടാ. വെയ്യാത്തന്നെ വിളിച്ചു കൊണ്ടുപോകണം. ചെവിയാണെങ്കിൽ ഞാനെടുത്തിട്ട് വയ്യ. ആ ഇവിടുത്തെ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാല് സാധനമുണ്ട്. കാണുന്നുണ്ടോ? ആ വലിയ ഇതില്ല. ഇവിടെ ഒന്നുമല്ല, നമ്മളെ ഈ ഏരിയയിൽ കമ്മിയാണ്. പുറത്തൊക്കെ പോകും. പുറത്തൊക്കെ ടൗണൊക്കെ പോയി കഴിഞ്ഞാൽ കിടിലം പോലത്തെ വണ്ടികളുണ്ടാവും. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പം കയറുന്നില്ല. വയ്യ. ട്രാൻസ്ഫറിൻ്റെ പണിയെടുക്കട്ടെ. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. സംഭവം എന്താ, മുട്ടടിച്ചു കണ്ടില്ലേ? പിന്നെ നമ്മളെ അപ്പുറത്ത് തന്നെ കിടിലും ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. കാണിച്ചു തരാം. അവിടെ ഞാൻ മേലെ എത്തിയിട്ട് റൂമൊന്ന് കാണിച്ചു തരാം. അതേ വ്യൂ ഉണ്ടാവുള്ളൂ. നമ്മൾ ക്ലിനിക്കിൽ തന്നെ തിരിച്ചു പോവാം. എന്ത് സംഭവിക്കും എനിക്കറിയില്ല. ദാനേശ്വരട്ടത്തിന് മുന്നേ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം നുണ പറഞ്ഞാണല്ലോ എനിക്കറിയില്ല. ഒരു സാധനം ഇതൊക്കെ ചെവിയിലൊക്കെ കുത്തി കയറ്റില്ല. എനിക്കിവിടെ തൊടാൻ കഴിയുന്നില്ല. മനസ്സിലായോ? അത്രത്തോളം വേദന ഉണ്ട്. പിന്നെ സാധനം ഇവിടെ ഉള്ളിൽ കുത്തി കയറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. ഞാൻ നമ്മളെ ബാർബർ വേഗം ക്യാമറക്ക് മുന്നേ വരാതെ. ഞാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന അടതാണ്. ആ കാണുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ അവിടെ. ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമ്മളെ ക്ലിനിക്ക്. ഹോസ്പിറ്റലിൽ പോയി ബില്ല് കൊണ്ട് കട കൊടുത്തിട്ട് പൈസ മേടിക്കണം. അതാണ് നമ്മളെ കട. ഇനി കണ്ടോളി. ഇതാണ് നമ്മൾ വർക്ക് എടുക്കുന്ന പണിയെടുക്കുന്ന കട. അരി
എന്താ നമ്മളെ കോഴിക്കാരൻ കോഴി വെട്ടുന്നു, മീൻ വെട്ടുന്നു. ഹരീഷ് വ്ളോഗിങ് ഓക്കെ. അപ്പ വീഡിയോ ചോദിക്കുന്നത് എന്താണ് വീഡിയോ നോമി യൂട്യൂബ് ചെക്കണല്ലോ ബൈ മീ ഗോയിങ് തുമ ചെറിയെല്ലാം പറയുന്നു. ഓക്കെ എന്നാടാ ബില്ല്? അല്ല കായ് കിട്ടി. നേരെ ഇത് എന്ത് ചെയ്യണം, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ക്ലിനിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഈ പൈസ. ഓക്കെ 88 വെള്ളി. മാറ്റത്ത് 1200 അടുത്തെത്തി. ഓക്കെ, പിന്നെ 200 അടുത്തെത്തിന്. ഓക്കെ, പൈസ കൊണ്ട് കൊടുക്കണം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ റൂം പോകണം, റൂം കിട്ടിക്കണം, കിടന്ന തൊട്ടിറങ്ങണം. അല്ല, കിടന്ന് തുറന്നില്ല, വേറെ കുറച്ച് പരിപാടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ റൂമിലെത്തിയിട്ട് കാണല്ലേ ഇനി ഇല്ല, നമുക്കിത് കട്ട് ചെയ്യണം. ഇത് ഇങ്ങനെ പോയോണ്ടിരിക്കാം ബ്രോ. ഓക്കെ, ഞാനിപ്പോൾ കയറ്റിയതാ. കുട്ടി അങ്ങനെ കൊണ്ട് അങ്ങനെ ക്യാമറ അടിച്ചില്ല. സെറ്റ് ഇട്ടിക്കൊണ്ട് അങ്ങനെ ക്യാമറ അടിച്ചത് ശരിയല്ലല്ലോ. ഏത് അല്ല ജി ബൂട്ട് തന്നെയാണില്ല. നമ്മളെ റൂം ഓക്കെ, കാണാൻ പറ്റാത്തൊന്നുമില്ലല്ലോ. ഓക്കെ, കൂളറ്, ഫാന്, പിന്നെന്ത് ഈ ബൂട്ട് തുന്നണമെന്നാണ്. ഇവിടെ പൊളിഞ്ഞതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇവിടെ പൊളിഞ്ഞതോടെ ഒട്ടിയോ? ഒരൊറ്റ കളി കളിച്ചിട്ടോ അവിടെ, ഒരു കളി കളിച്ചിട്ടുള്ളൂ. സാധനം പൊളിഞ്ഞിട്ട് പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. കുറേ ചാർജർ, സ്പ്രേ വരെ. പിന്നെ മൗസും കീബോർഡൊന്നും കണ്ടിട്ട് ലാപ്പ് ഉണ്ടായിരുന്നു, അത് അമ്മനെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? മുട്ടടിച്ചപ്പോൾ എന്ത് സുഖം എന്നറിയോ? സുഖം എന്നല്ല, മുടിയല്ലാതെ ഈ പൊട്ടലടങ്ങിയ പൊട്ടടിച്ചാട്ടോ. പിന്നെ അതാ നമ്മുടെ ഫോൺ ഉണ്ട്. ചാർജ് എത്രയായി? ചാർജ് എത്രയായി? ഓക്കെ, ഇത് ചാർജ് ഫുള്ളായിട്ടുണ്ട്, നമുക്ക് പോരിടാം. മറ്റേ ഐഫോണിൽ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യാ, അപ്പോൾ ഏതായാലും ഡാൻസ് വന്നിട്ട് നമുക്ക് ബോട്ട് തുന്നുന്ന വീഡിയോ കൂടി ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, അയ്യാ, ആദ്യമായിട്ട് ഓയിൽമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് മരുന്ന് ഒറ്റിക്കാണ്ട് ചെവിയിൽ. അപ്പോൾ ഓക്കെ ബൈ, ഇനി ഡാൻസ് വന്നിട്ട് കാണിച്ചു തരാം.